ആസൂത്രണ ബോർഡിലെ സുപ്രധാനമായ തസ്തികകളിലേക്ക് നടന്ന നിയമനവുമായി ബന്ധപ്പെട്ട് 10ഓളം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നും അതിൻ്റെ ഭാഗമായി ആ റാങ്ക് ലിസ്റ്റിൽ വലിയ അട്ടിമറി ഉണ്ടായിട്ടുണ്ടെന്നുള്ള ആക്ഷേപം കഴിഞ്ഞ ദിവസങ്ങൾ ഉയർന്നു വന്നു. ഇതേ സംബന്ധിച്ച് PSC ആദ്യം തയ്യാറായത് ആഭ്യന്തര വിജിലൻസിൻ്റെ അന്വേഷണത്തിനാണ് തയ്യാറായത്. ആഭ്യന്തര വിജിലൻസിൻ്റെ അന്വേഷണം തന്നെ പര്യാപ്തമല്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ കണ്ട് DGP തലത്തിലുള്ള ഒരു അന്വേഷണമാണ് ഈ വിഷയത്തിൽ ആവശ്യമുള്ളത് എന്ന അഭിപ്രായം ഞങ്ങൾ രേഖപ്പെടുത്തിയത്. അപ്പോൾ ആഭ്യന്തര വിജിലൻസിൻ്റെ അന്വേഷണത്തിലേക്ക് കടന്ന PSC ഇന്ന് മനസ്സിലാക്കുന്നത് ആ അന്വേഷണവും അട്ടിമറിച്ച് ഇപ്പോൾ പരീക്ഷാ കൺട്രോളറെ അന്വേഷണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തി എന്നുള്ളതാണ്. പരീക്ഷാ കൺട്രോൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ അട്ടിമറിയുടെ ഭാഗമാണെങ്കിൽ കള്ളനെ തന്നെ താക്കോലേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് PSCയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ PSC ആരെയോ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. അതല്ല എങ്കിൽ ഈ അന്വേഷണം ഇത്രയും വിഷയങ്ങളെല്ലാം ഉയർന്നു വന്ന് ആലപ്പുഴ മുഹമ്മദ് സ്വദേശി നിരന്തരമായി നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ ഒടുവിലാണ് പരീക്ഷാ കൺട്രോളർ PSCയെ സംബന്ധിച്ച് പരീക്ഷയുടെ ഈ വിവരങ്ങൾ പുറത്തുവിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വിവരാവകാശ കമ്മീഷൻ്റെ ഇടപെടലൊക്കെ ഉണ്ടാകുമെന്നൊരു ഘട്ടത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു സമീപനം എടുക്കാൻ PSC പോലും തയ്യാറായത്. അപ്പോൾ തുടക്കം മുതലേ ആരെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനം PSCയുടെ ഭാഗത്തുനിന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുഫോസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകളിലും പറയുന്നത് 44 പേർക്ക് നിയമനം കൊടുത്തതിൽ 38 പേരും ഒരു കോളേജിലെ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും സമാനമായ രീതിയിൽ തന്നെ പരീക്ഷാ പേപ്പർ അട്ടിമറിക്കപ്പെട്ടു, ചോദ്യപേപ്പർ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള കാര്യം വ്യക്തമാക്കപ്പെടുകയാണ്. ഇതെല്ലാം ഇങ്ങനെ കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിനിടയിൽ നിരന്തരമായി ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അത് ശിവരഞ്ജിത്തും നസീമും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ അന്ന് പരീക്ഷയിൽ വലിയ മാർക്കോട് കൂടി പാസ്സായി വന്ന ഘട്ടം മുതലേ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ തരത്തിൽ നടക്കുന്നുണ്ട്. അന്ന് മുതലുള്ള റാങ്ക് ലിസ്റ്റുകളിലും സമാനമായ രീതിയിലുള്ള അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് PSC പരീക്ഷകൾ എഴുതുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ആശങ്കപ്പെട്ടാൽ അവരെ കുറ്റം പറയാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ ഇന്ന് വീണ്ടും ആഭ്യന്തര വിജിലൻസിൻ്റെ അന്വേഷണം അട്ടിമറിച്ച് ആ അന്വേഷണം പോലും പര്യാപ്തമല്ല എന്ന് പറയുമ്പോൾ ആ അന്വേഷണത്തിന് പോലും തയ്യാറാകാതെ മറ്റൊരു അന്വേഷണത്തിലേക്ക് PSC ചെയർമാനും ഉൾപ്പെടെയുള്ള സംവിധാനം കടന്നു പോകുമ്പോൾ ഇവർ ആരെയാണ് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഈ സംസ്ഥാനത്തിനകത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ CPM നിയോഗിച്ച ആളുകളാണ് PSCയുടെ ചെയർമാനും PSCയുടെ മെമ്പർമാരുമായിട്ടിരിക്കുന്ന ആളുകളിൽ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ. എത്ര ലക്ഷം രൂപയാണ് ഇവർക്ക് പൊതുഖജനാവിൽ നിന്ന് ശമ്പളവും ആനുകൂല്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇത്രയധികം പണം പൊതുഖജനാവിൽ നിന്ന് കൈപ്പറ്റി ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരുന്ന് ഇമാതിരി തെമ്മാടിത്തരം വീണ്ടും ഈ PSCയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ കേരളീയ പൊതുസമൂഹത്തിന് അതിനെ എങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടി സാധിക്കും? കേരളത്തിലെ PSCയുടെ ഉദ്യോഗാർത്ഥികളോട് സംസ്ഥാന ഗവൺമെൻറ് വളരെ കർശനമായി തന്നെ പറയുന്നു, അവരുടെ കൂടെ തന്നെയാണ് ഈ ഗവൺമെൻറ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. PSC ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകൾക്കൊപ്പം തന്നെയാണ് ഗവൺമെൻറ് നിൽക്കുന്നത്. ബഹുമാന്യായ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അത് വളരെ സുവ്യക്തമായി തന്നെ പറയുകയും ചെയ്തു. ഞങ്ങൾ നിവേദനം നൽകിയ സമയത്തും അദ്ദേഹം പറഞ്ഞു, PSCയുമായി ബന്ധപ്പെട്ട ഈ അട്ടിമറികളിൽ ഒരാളെ പോലും പുറത്തുവിടാത്ത തരത്തിലുള്ള അന്വേഷണത്തിന് കടക്കും. സംസ്ഥാന ഗവൺമെൻറ് അതിന് തന്നെ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ അട്ടിമറികളെല്ലാം നടക്കുമ്പോൾ ഇവിടെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും ഭരണം മാറി മണിക്കൂറുകൾക്കകം തന്നെ കഴിഞ്ഞ ഗവൺമെൻറ് തുടങ്ങി വെച്ച പല കാര്യങ്ങളും വീണ്ടും ഇപ്പോൾ സമരത്തിൻ്റെ ഭാഗമായി തെരുവിലേക്ക് ഇറങ്ങുന്ന ഈ DYFIയുടെ നേതാക്കന്മാർ, MLA അടക്കമുള്ള ആളുകളൊക്കെ നിയമസഭയ്ക്കകത്തുണ്ടല്ലോ. ഒരാളൊരു കമ എന്നൊരു വാക്ക് നിയമസഭാ സമ്മേളനം ഉണ്ടായ ഘട്ടത്തിൽ പോലും പറയുന്നത് ഞങ്ങളാരും കേട്ടില്ല. നാട്ടിലെ നിയമസഭയ്ക്കകത്ത് പറയേണ്ടതും പറയാൻ പാടില്ലാത്തതുമായ എല്ലാ കാര്യങ്ങൾക്കും ഈ കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ ഉൾപ്പെടെ പ്രതിഷേധമുയർത്തിയ ആളുകളുണ്ട്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവിയെ തന്നെ തകർക്കുന്ന രീതിയിൽ PSC പെരുമാറിയിട്ടുണ്ട് എന്ന് ഒരു വാക്ക് കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് പറയാൻ ഒരു DYFI നേതാവിനെയും കണ്ടില്ല, ഒരു CPM നേതാക്കന്മാരും കണ്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലം ഇവരുടെയൊക്കെ തണലിലാണ് PSCയിൽ ഇത്തരത്തിലുള്ള അട്ടിമറി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ അട്ടിമറിയിൽ യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഗവൺമെൻറ്റിന് മുമ്പാകെ ഗവൺമെൻറ്റിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് സർക്കാർ നിൽക്കുന്നത്. ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ടുള്ള ചില പരിമിതികളുണ്ട്. അതിൻ്റെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് ക്യാബിനറ്റ് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയത്. ആ ഉറപ്പിൽ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതീക്ഷയുണ്ട്. ക്യാബിനറ്റിൻ്റെ കൂടി ഭാഗമാണെന്ന നിലയ്ക്കും സർക്കാരിൻ്റെ കൂടി ഭാഗമാണെന്ന നിലയ്ക്കും ഉദ്യോഗാർത്ഥികളോട് പറയാനായിട്ടുള്ളത് ഈ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾക്കൊപ്പം തന്നെയാണ്. PSCയുടെ അട്ടിമറികൾ ഓരോന്നോരോന്നെ പുറത്തു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. കൃത്യമായ അന്വേഷണം നടത്തും. ഇതിനെ സംബന്ധിച്ച് പരിശോധന ഉണ്ടാകും. ആസൂത്രണ ബോർഡിൽ ഈ അട്ടിമറി നടത്തി ഉദ്യോഗസ്ഥർ ജോലിക്ക് കയറി 1 വർഷക്കാലം പിന്നിട്ടു. 1,25,000 രൂപ ശമ്പളം വരുന്നൊരു പദവിയാണ്. അവിടെയാണ് ഈ അട്ടിമറി നടത്തിയത്. 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാർക്ക് ചെയ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ പരിശോധിക്കപ്പെട്ടില്ല. ഇപ്പോൾ നേരത്തെ കുഫോസിലെ കാര്യം പറഞ്ഞു. 44 പേര് ജോലിക്ക് കയറുമ്പോൾ 38 പേരും ഒരു സ്ഥാപനത്തിലെ തന്നെ, ഒരു ക്യാമ്പസിലെ തന്നെ വിദ്യാർത്ഥികൾ കയറുന്നു. അതിൽ SFIയുടെ പ്രമുഖരായ നേതാക്കന്മാർ ഉൾപ്പെടുന്നു. അപ്പോൾ വ്യക്തമല്ല കാര്യങ്ങളെ സംബന്ധിച്ച്. ഈ ചോദ്യപേപ്പർ അവർ തന്നെ കുഫോസ് തന്നെ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പറാണ്. അപ്പോൾ ഇതെല്ലാം ചോരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ
നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരുമ്പോൾ അതിൽ പ്രതിഷേധിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്തിനകത്ത് ഇതുപോലെ PSCയുടെ ഒരു വിശ്വാസ്യത കളയുന്ന രീതിയിൽ, ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത കളയുന്ന രീതിയിലൊരു സമീപനം ഉണ്ടാകുമ്പോൾ നോക്കിയിരിക്കാൻ കഴിയില്ലല്ലോ. ആ ഉദ്യോഗാർത്ഥികൾ പറയുന്ന കാര്യം ന്യായമല്ലേ? എൻ്റെ ഓഫീസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് PSCയുടെ ഉദ്യോഗാർത്ഥികളാണ്. നിങ്ങൾ ഏത് PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകളോട് നോക്കിയാൽ അറിയാം. അവർക്ക് കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിനിടയിൽ ആ സെക്രട്ടേറിയറ്റിൻ്റെ നടകടന്ന് അകത്തേക്ക് കടന്നൊരു പരാതി പറയാൻ പോലും അവസരം ഉണ്ടായിട്ടില്ല. ഇന്ന് അവർ വരുമ്പോൾ അവർക്ക് മന്ത്രിമാരെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, ഞങ്ങൾ അവരുടെ പരാതികൾ കേൾക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ ഇടപെടുന്നുണ്ട്, മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്നോട് തന്നെ പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞു, ഞങ്ങൾക്കൊരു മന്ത്രിമാരോട് പോലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു പരാതി പോലും സംസാരിക്കാൻ ഒരു അവസരം പോലും ഉണ്ടായിട്ടില്ല, അകത്തേക്ക് കടക്കാനൊരു അവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ അകറ്റി നിർത്തി, ഇവരെ അർഹതപ്പെട്ട ആളുകളെ മാറ്റി നിർത്തി അർഹതയില്ലാത്ത ആളുകളെ ഈ സർക്കാർ കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ നിയോഗിച്ചുകൊണ്ടിരുന്നു. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ ക്യാബിനറ്റ് എടുത്ത ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ്. കേരളത്തിലെ PSC എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് റാങ്ക് ലിസ്റ്റുകളിൽ പേര് ഉൾപ്പെട്ടിട്ടുള്ളവരും റാങ്ക് ലിസ്റ്റുകളിൽ നിയമനം കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും ആശാവഹമായൊരു തീരുമാനം ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. 3 ആഴ്ച കാലഘട്ടത്തിനുള്ളിൽ മുഴുവൻ വകുപ്പുകളിലെയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണം എന്ന് ഈ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഗവൺമെൻറ് ചെയ്തെന്താ? ഒരു ഒഴിവും റിപ്പോർട്ട് ചെയ്യപ്പെടില്ല, ഒരു ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യപ്പെടില്ല. അവിടേക്ക് താൽക്കാലിക ജീവനക്കാരെ പാർട്ടി ബന്ധുക്കളെ നിയമിച്ചുകൊണ്ടിരിക്കും. KSRTCയിൽ 151 പേരെയാണ് നിയമിച്ചത്. 300-ൽ പരം ഒഴിവുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ ബാക്കി നിൽക്കുകയാണ്. KSEBയിൽ റിപ്പോർട്ട് ചെയ്യാൻ ഒഴിവുകൾ ബാക്കി നിൽക്കുകയാണ്. ഇതെല്ലാം തന്നെ കഴിഞ്ഞ 10 വർഷക്കാലം മാറ്റിവെച്ചു. എന്നിട്ട് താൽക്കാലിക ജീവനക്കാരെ വെച്ചു. എല്ലാ ഒഴിവുകളും ഒരേ സമയം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് എല്ലാം ഒറ്റയടിക്ക് ഗവൺമെൻറ് നികത്താൻ സാധിക്കുമെന്നല്ല പറഞ്ഞത്. പക്ഷേ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് ഒരു ഉദ്യോഗാർത്ഥിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു അവകാശമാണ്. അതുപോലും തടഞ്ഞു വെച്ച സർക്കാരാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചത്. ആ നയം മാറും. UDF സർക്കാർ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്കൊപ്പമാണ് എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ഉന്നതതല അന്വേഷണം തന്നെയാണ്. DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണം ആവശ്യമാണ്. ഇതൊരു ക്രിമിനൽ കുറ്റമാണ്, ക്രിമിനൽ ഒഫൻസാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകണം. ഇവരെ തുറങ്കിലടക്കണം. ഇവരുടെ ഇത്തരത്തിലുള്ള അട്ടിമറിയുടെ ഭാഗമായി ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ ജോലിയിൽ നിന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തി ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും വേണം എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇത് ആഭ്യന്തര വിജിലൻസിൻ്റെ അന്വേഷണം പോലും ഫലപ്രദമല്ല എന്ന് ഞങ്ങൾ പറയാൻ കാരണം, അവിടെ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ അയാളേക്കാൾ റാങ്ക് കൂടുതലുള്ള ഉദ്യോഗസ്ഥരോടാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടത്. അത് തന്നെ ഫലപ്രദമല്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ആക്ഷേപത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന കൺട്രോളറെ തന്നെ ഇതിൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഏർപ്പെടുത്തുന്നത്. അപ്പോൾ PSCയെ സംബന്ധിച്ച് PSC ഒരു കാര്യം മനസ്സിലാക്കണം, സംസ്ഥാനത്ത് ഗവൺമെൻറ് മാറി. സംസ്ഥാനത്ത് ഇന്നലെ വരെ ഇടതുപക്ഷ ഗവൺമെൻറ് അവരെ സംരക്ഷിച്ചതുപോലെ സംരക്ഷിക്കുന്ന സമീപനം ഉണ്ടാകില്ല. ഗവൺമെൻറ്റിൻ്റെ നയത്തിൽ മാറ്റമുണ്ട്. ഗവൺമെൻറ് നയത്തിൽ ഉദ്യോഗാർത്ഥികൾക്കൊപ്പമാണ്. പിൻവാതിൽ നിയമനങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. PSCയിലെ അട്ടിമറികൾ പരിശോധിക്കപ്പെടാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റ് ഉചിതമായ തീരുമാനമെടുത്ത് മുഖ്യമന്ത്രി തന്നെ അറിയിക്കുന്നതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഓക്കെ.